dear students. Today our topic, then third techniques, that is called as cross elasticity. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ ക്ലാസ്സുകളെക്കുറിച്ച് ജസ്റ്റ് ഒരു ബാക്കപ്പ് നമ്മൾ നടത്താറുണ്ട്. ദെൻ വാട്ട് ഈസ് മെന്റ് ബൈ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്? എല്ലാവർക്കും അറിയാലോ എന്താ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, അല്ലേ? ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് കോൾഡ് ആസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. ദെൻ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിലെ ഫസ്റ്റ് വൺ ഈസ് പ്രൈസ് ഇലാസിറ്റി, സെക്കൻഡ് വൺ ഈസ് ഇൻകം ഇലാസിറ്റി, തേർഡ് വൺ ഈസ് ക്രോസ് ഇലാസിറ്റി ആൻഡ് ഫോർത്ത് വൺ ഈസ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റി. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ വാട്ട് ഈസ് മെന്റ് ബൈ പ്രൈസ് ഇലാസ്റ്റിറ്റി? If there is then the rate of change in quantity demanded due to change in price is called as price elasticity. Then second one നമ്മൾ എന്താ പറഞ്ഞത്? The rate of change in quantity demanded due to change in income of a consumer is called as income elasticity. Then third one, what is meant by cross elasticity? If there അവിടെ നമുക്ക് the rate of change in quantity demanded due to change in price of another commodity. Due to change in price of another commodity. That means എന്താ പറയുക? അപ്പോൾ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് അനദർ കമ്മോഡിറ്റി. അതെപ്പോഴും മറക്കരുത്. ക്രോസ് ഇലാസിറ്റി, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് due to change in price of another commodity. ഇപ്പോഴും നമ്മൾ പറയാറുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് അനദർ കമ്മോഡിറ്റി. വേറെ ഏതെങ്കിലും കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാകാവുന്ന ഫ്ലക്ച്വേഷൻ മൂലം ഒറിജിനൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടല്ലോ. ക്രോസ് ഡിമാൻഡിൽ നമ്മൾ ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ കേസിലും അതേപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇവിടെ വാട്ട് ഈസ് മെന്റ് ബൈ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്? പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് for commodity of A divided by percentage change in price of a commodity B. Cross elasticity of demand for commodity A may be positive or negative, depends upon the nature of relationship between commodities A and B. The coefficient of elasticity of demand is positive if A and B are substitute, because the price change and demand change are in the same direction. If there is price of B increases, the demand also increases and vice versa. If A and B are complements, the coefficient will be negative because change in price of one commodity goes opposite in the quantity demanded or otherwise. Then അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് രണ്ട് തരത്തിലുള്ള വാട്ട് ഈസ് മീൻ ബൈ ക്രോസ് ഡിമാൻഡ് പഠിച്ചിട്ടുണ്ട്. എന്താ ക്രോസ് ഡിമാൻഡ് പഠിക്കുമ്പോൾ എന്താ ക്രോസ് ഡിമാൻഡ്? when the demand of one commodity is related with the price of another commodity. The demand of അല്ലെങ്കിൽ if there is a change in quantity demanded due to change in price of another commodity is called as cross demand. പഠിച്ചിട്ടുണ്ടല്ലോ. if there is a change in quantity demanded due to change in price of another commodity, വേറെ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ഉണ്ടായേക്കാവുന്ന ഫ്ലക്ച്വേഷൻ മൂലം ഒറിജിനൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. അവിടെ പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുന്നത് ഒന്ന് ടീയും ഒന്ന് കോഫി ആണെന്നുണ്ട് വെച്ചാൽ കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ടീയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണു. അവിടെ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് പറയുന്നത്. രണ്ട് പ്രൊഡക്റ്റുകളും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് പറയുക. ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അവിടെ ഈ ടീയും കോഫിയും എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ദെൻ അതിൽ ഒന്നിന് പകരം കോംപ്ലിമെൻ്ററി ദോസ് വിച്ച് ആർ ജോയിൻലി, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൽ നമ്മൾ സാധാരണ കമ്മോഡിറ്റി മേ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ കോംപ്ലിമെൻ്ററി. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഈച്ച് അതർ. ദോസ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് അതർ. മറ്റേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മതി.
പെപ്സി കുടിക്കുന്നതിന് പകരം കൊക്കക്കോള കുടിച്ചാൽ മതി എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ, ചായക്ക് പകരം കാപ്പി കുടിച്ചാലും മതി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഈ രണ്ട് കമ്മോഡിറ്റിയുടെയും നേച്ചർ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്, ഒന്നിന് പകരം ഒന്ന് വെക്കാനായിട്ട് സാധിക്കും. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ദ കമ്മോഡിറ്റി മേ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് which can be used in place of another, which can be used in place of another. മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ സ്ഥാനത്ത് വേറെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയാം. എന്നാൽ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ ദിസ് മീൻസ് ഇഫ് ദ പ്രൈസ് ഓഫ് വൺ ഇൻക്രീസസ് ദെൻ ദ ഡിമാൻഡ് ഫോർ ദ അതർ ഓൾസോ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. ഇങ്ങനെ സംഭവിക്കാം. അതായത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾവേസ് ജോയിൻ പ്രോഡക്റ്റുള്ള ഇങ്ക്, പെന്നും ഇങ്കും, കാറ്, പെട്രോള്, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അത് ജോയിൻ പ്രൊഡക്റ്റാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും കുറയും, അതേസമയം അതിൻ്റെ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും കുറയും. അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ. അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ ഷൂവിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഷൂവിൻ്റെ ഡിമാൻഡ് കൂടും, ഓട്ടോമാറ്റിക് സോക്സിൻ്റെ ഡിമാൻഡ് കൂടും അല്ലേ. അപ്പോൾ ഷൂവിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഏതിന് ഡിമാൻഡ് കൂടണു, ദെൻ സോക്സിൻ്റെ ഡിമാൻഡ് കൂടുന്നു. അതേപോലെ തന്നെ അവിടെ രണ്ടും തമ്മിലൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ. അപ്പോൾ എന്താണ് ക്രോസ് ഇലാസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ ക്രോസ് ഇലാസിറ്റി എന്ന് പറയുമ്പോൾ, ക്രോസ് ഇലാസിറ്റി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് അനദർ കമ്മോഡിറ്റി. എന്താ ക്രോസ് ഇലാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് അനദർ കമ്മോഡിറ്റി, ദറ്റ് ഈസ് കോൾഡ് ആസ് ക്രോസ് ഇലാസിറ്റി. ഒന്നുകൂടെ പറയാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ quantity demanded, the rate of change in quantity demanded due to change in price of another commodity is called as cross elasticity. Then അതിൽ തന്നെ ക്രോസ് ഇലാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് ഇലാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിലെ ദെൻ ഇലാസിറ്റി ഓഫ് ക്രോസ് ഇലാസിറ്റി ഈസ് ഈക്വൽ ടു ഇലാസിറ്റി, ക്രോസ് ഇലാസിറ്റിയാണ് നമ്മൾ പറയുന്നത്. Then the proportionate change in quantity demanded, the proportionate change in quantity demanded of commodity A, proportionate change in proportionate change in proportionate change in proportionate change in quantity demanded proportionate change in quantity demanded commodity A, commodity A divided by proportionate change in proportionate change in price. Commodity B. B എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ ഉണ്ടായേക്കാവുന്ന ഫ്ലക്ച്വേഷൻ എ എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് അനദർ കമ്മോഡിറ്റി, ദാറ്റ് മീൻസ് ഇലാസിറ്റി, അതായത് ക്രോസ് ഇലാസിറ്റി ഈസ് ഈക്വൽ ടു proportionate change in quantity demanded of commodity A all divided by proportionate change in price of commodity B. Then ഇത് രണ്ട് തരത്തിലാവാം എന്ന് പറയുന്നു. The gross elasticity of demand commodity A may be positive or negative. Elasticity may be gross elasticity may be positive or negative. Positive or negative. Then in the case of positive എപ്പോഴുണ്ടാവുക? Positive cross elasticity in the case of substitute product. പോസിറ്റീവ് എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ കേസിലും നെഗറ്റീവ് എപ്പോഴും ഏതാണ്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്.
അതറിയാലോ നിങ്ങൾക്ക്. പോസിറ്റീവ് കേസ് എപ്പോഴും എങ്ങനെയുണ്ടാവുക, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിലാണ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക. ദെൻ ഇങ്ങനെയായിരിക്കും ഇലാസ്റ്റിറ്റി കാണിക്കുക. ദെൻ ഇവിടെയാണെങ്കിൽ മുന്നേ പഠിച്ചിരിക്കുന്നതാണ്, ഇങ്ങനെയായിരിക്കും കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിലുണ്ടാവുക. ദെൻ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് അവിടെ സംഭവിക്കുന്നത്. ദെൻ അവിടെ ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഇലാസിറ്റി ED, elasticity of demand, is positive if A and B are substitute because the price change and the demand change are in the same direction. പ്രൈസ് ഇൻക്രീസ് ചെയ്തു, അതായത് കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ടീയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. രണ്ടും ഇവിടെ കമ്പയർ ചെയ്യുന്നത് വേറൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ കമ്മോഡിറ്റിയുടെ ഡിമാൻഡും തമ്മിലാണ്, വേറെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും തമ്മിലാണ്. അപ്പോൾ ടീയുടെ അവിടെ ഉദ്ദേശിക്കുന്ന കോഫിയുടെ പ്രൈസ് കൂടി ടീയുടെ ഡിമാൻഡ് കൂടി. ദെൻ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അത് ഏത് കേസിലാണ് അപ്ലിക്കബിൾ ആവുക? ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ മാത്രമാണ് ഈ പോസിറ്റീവ് റിലേഷൻഷിപ്പ് അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. നെഗറ്റീവ് റിലേഷൻഷിപ്പ് എവിടെയാണ് അപ്ലിക്കബിൾ ആവുക? ഇൻ ദ കേസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിലാണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ ഏത് ഇൻക്രീസ് ചെയ്യണം? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് ആ കമ്മോഡിറ്റിയുടെ തന്നെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, അതേസമയം വേറൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡും കൂടെ ഡിക്രീസ് ചെയ്യാനായിട്ട് അത് കാരണമാവുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. If A and B are in complements, the coefficient of elasticity of demand will be negative because change in the price of a commodity cause opposite change in the quantity demanded for each other. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ക്രോസ് ഇലാസിറ്റി മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ക്രോസ് ഇലാസിറ്റി എന്ന് പറയുന്നത്, ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റ് വാല്യൂ ഒന്നുകിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. എപ്പോഴാണ് പോസിറ്റീവ് ആവുക? ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിലാണ്. ഇവിടെ പ്രൈസ് ഓഫ് എ കൊടുക്കുക, പ്രൈസ് ഓഫ് എ. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ബി, ക്വാണ്ടിറ്റി ഓഫ് ബി. പ്രൈസ് ഓഫ് എ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രൈസ് എയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഏതിൻ്റെ ഡിമാൻഡ് കൂടുന്നു? ബിയുടെ ഡിമാൻഡ് കൂടുന്നു. ഇതൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ കേസിലാണ് ഈ പോസിറ്റീവ് റിലേഷൻഷിപ്പ് അപ്ലിക്കബിൾ ആവാം. ഇന്ന് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ ദെൻ ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ബി എടുക്കാം. ക്വാണ്ടിറ്റി ഓഫ് ബിയും പ്രൈസ് ഓഫ് എയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ഓഫ് എ എന്ന് പറയുന്നത് എയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അതേസമയം എയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന മറ്റൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. അവിടെ സംഭവിക്കുന്നത് എയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എയുടെ ഡിമാൻഡ് കുറയുന്നു. പെട്രോളിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ കാറിൻ്റെ ഡിമാൻഡ് കുറയുന്നു, പെട്രോളിൻ്റെ കൺസംഷനും കുറയുന്നു എന്ന് പറയുന്നതാണ്. ഷൂവിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ഷൂവിൻ്റെ കൺസംഷൻ കുറയുന്നു, ഓട്ടോമാറ്റിക്കലി സോക്സിൻ്റെ കൺസംഷനും കുറയുന്നു. ഷൂ ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഷൂയുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുന്നു, സെയിം ടൈം സോക്സിനും ഡിമാൻഡ് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അവിടെ കോംപ്ലിമെൻ്ററി ആണ്, ജോയിൻ പ്രോഡക്റ്റുകളാണ്. ജോയിൻ പ്രോഡക്റ്റുകളൊക്കെ ഒരേ സമയം ഒരേപോലെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ജോയിൻ പ്രോഡക്റ്റുകളുടെ പ്രത്യേകത. The concept of cross elasticity has application in the pricing complementaries also. Then ഇവിടെ cross elasticity has a significant managerial application in pricing. Cross elasticity, ഇനി what are the uses of cross elasticity? അതാണ് ഇനി പറയാനുള്ളത്. Then uses of cross elasticity-ലെ ഫസ്റ്റ് വൺ ഈസ് ഇൻ പ്രൈസിങ്. പ്രൈസിങ്ങിൽ മുൻപ് പറഞ്ഞ പോലെ പ്രൈസിങ് ക്രോസ് ഇലാസിറ്റി ഹാസ് സിഗ്നിഫിക്കൻറ്റ് മാനേജീരിയൽ ആപ്ലിക്കേഷൻ ഇൻ പ്രൈസിങ്. ക്രോസ് ഇലാസിറ്റി ഫൈൻഡ്സ് ആപ്ലിക്കേഷൻ ഇൻ പ്രൈസിങ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ദെൻ ഇവിടെ ഞാൻ കോഫിയുടെ ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ദ കോൺസെപ്റ്റ് ഓഫ് ക്രോസ് ഇലാസിറ്റി ഇൻ ദ കേസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഓൾസോ. വെൻ ഡീലേഴ്സ് സെൽ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, then air conditioners and voltage stabilizers, for example, they ensure that the main product is sold at a very low margin because the price of rival brand are well known in the market. The accessories are often sold at a higher margin. The reason is that consumers will be more sensitive to the price of the main product and often ignore the price of the accessory. ഇപ്പോൾ നമ്മൾ ഡയബറ്റിക്സിൻ്റെയൊക്കെ മെഷീൻ ഉണ്ട്. ഡയബറ്റിക്സിൻ്റെയൊക്കെ മെഷീനെ വില കുറച്ച് തന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്ട്രിപ്പിന് വില കൂടുതലായിരിക്കും. നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന മെഷീനൊക്കെ ഇല്ലേ, ആ മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മെയിൻ പ്രൊഡക്റ്റിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാലും പക്ഷേ അതിൽ ഓരോ സ്ട്രിപ്പിൻ്റെയും വില കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ സ്ട്രിപ്പ് തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഹൈ മാർജിൻ എവിടെ ഇടാൻ സാധ്യതയുണ്ട്? ഇത് ഉപയോഗിക്കുന്ന സ്ട്രിപ്പിലിടാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ഈ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ഗുഡ്സാണ്. അപ്പോൾ ഇതിൻ്റെ വില കുറച്ച് കഴിഞ്ഞാൽ, ഈ മെഷീൻ്റെ വില കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മെഷീൻ വാങ്ങും. മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കണമെങ്കിൽ ഏത് വേണം? ഈ സ്ട്രിപ്പ് ഉണ്ടായിരിക്കണം.
കണ്ടോ? അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ കൺസംഷൻ പോകുന്നത്. അപ്പോൾ അത് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ ഡിമാൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പ്രൈസ് ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഏത് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്? ക്രോസ് ഇലാസിറ്റി എന്ന് പറയുന്ന ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ക്രോസ് ഇലാസിറ്റി? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് അനദർ കമ്മോഡിറ്റി, ദറ്റ് ഈസ് കോൾഡ് ആസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ അത് മനസ്സിലായി. ദെൻ ക്രോസ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ക്രോസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് of commodity A, proportionate change in quantity demanded of commodity A, all divided by proportionate change in price, that is commodity B. Then elasticity, cross elasticity is equal to, cross elasticity may be positive or negative. എപ്പോഴാണ് പോസിറ്റീവ് ഇലാസിറ്റി വരിക? ക്രോസ് ഇലാസിറ്റിയിൽ എപ്പോഴും പോസിറ്റീവ് റിലേഷൻഷിപ്പ് വരിക ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇത് മറക്കരുത്. ക്രോസ് ഇലാസിറ്റി എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കുക, എല്ലായ്പ്പോഴും ഏതിൻ്റെ കേസിലാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ കേസിൽ മാത്രമാണ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് ടീ ആൻഡ് കോഫി ഇതാണ് എക്സാമ്പിളായിട്ട് എടുക്കേണ്ടത്. കണ്ടോ? കാർ ആൻഡ് പെട്രോൾ. നമ്മുടെ ഈ ഒരു കാറും പെട്രോളും കൂടെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വിലയോ അല്ലെങ്കിൽ ഇതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ നമുക്ക് ആ ഒരു എക്സാമ്പിൾ എടുക്കാം. ക്ലിയർ അല്ല? അപ്പോൾ ഇത് ക്രോസ് ഇലാസിറ്റി ക്ലിയർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കേണ്ടത് അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റിയാണ്. അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റി next one is advertisement elasticity. Advertisement elasticity of demand. എന്താണ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റി നോക്കാം. ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റിയിലെ then നമ്മൾ മുന്നേ പഠിച്ച പോലെ the rate of change in quantity demanded due to change in advertisement of a product. Advertisement is an important tool for promoting sale. Then advertisement as bricks is a building and cash bank account. Nowadays firms are spending huge amount for advertising. Here the firms are naturally interested in the effect of advertising on sales. Of course advertising directly influences demand. അതായത് മുൻ കാലഘട്ടങ്ങളെക്കാളും കൂടുതലായിട്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ അഡ്വർടൈസ്മെൻറ്റ് നവഡേയ്സ് എന്ന് പറയുന്നത് അത്രമാത്രം പ്രാധാന്യം അഡ്വർടൈസ്മെൻറ്റിന് വന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് പ്രോഗ്രാമിന് ഇപ്പോൾ ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് കാണുന്നുണ്ട്? അഡ്വർടൈസ്മെൻറ്റ് ഒരു ഇഫക്റ്റീവ് ടൂളാണ്. advertisement എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രൊമോഷൻ ടൂൾ. ദെൻ ദാറ്റ് മീൻസ് വാട്ട് ആർ ദി ടെക്നിക്സ് യൂസ്ഡ് ഫോർ ദ ബൂസ്റ്റ് ഓഫ് ദ സെയിൽസ് ഈസ് കോൾഡ് ആസ് advertisement or promotion strategies. What are the techniques used for boost of the sales is that is called as that promotion tools. അത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് വൺ ഓഫ് ദി പ്രൊമോഷൻ ടൂളാണ്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എ ഡയറക്ട്ലി അഫക്റ്റിംഗ് ദ ഡിമാൻഡ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ഡിമാൻഡ്. തീർച്ചയായിട്ടും ഇറ്റ് ഈസ് എന്താ പറയുക? അഡ്വർടൈസ്മെൻറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് അല്ലേ? പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ മാത്രമല്ല ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇറ്റ് ഗീവ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിനെ കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് അവെയർനെസ് ടു ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് പ്രോപ്പറായിട്ടുള്ളൊരു അവെയർനെസ് കൊടുക്കുന്നത് അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് അത്രമാത്രം ഇഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണെന്ന് പറയാം. അപ്പോൾ അഡ്വർടൈസിങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ പ്രൊമോട്ടിംഗ് സെയിൽസ് ഓഫ് ദി പ്രോഡക്റ്റ്.
advertisement is an important in increasing the demand. Then advertisement directly influences the demand. And then the change in response to the advertising, the measure of responsiveness, the concept of advertising elasticity of demand is used. Then advertising elasticity may be defined as the responsiveness of demand due to change in advertising. The responsiveness, the rate of change in quantity demanded due to change in advertisement or promotional expenses is called as advertising. അപ്പം നമ്മൾ അതിന് ചേഞ്ച് വരുത്തണ്ട, എപ്പോഴും നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ വാട്ട് ഈസ് മെന്റ് ബൈ അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിറ്റിയിലെ ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെൻറ്റ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ rate of change in quantity demanded, rate of change the rate of change in quantity demanded, the rate of change in quantity demanded due to change in advertisement. Advertisement elasticity of A, advertisement elasticity. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെൻറ്റ് ഈസ് കോൾഡ് ആസ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിറ്റി. അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു എന്താ? അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു ദ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ എന്താ? പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ proportionate change in quantity demanded, proportionate change in quantity demanded divided by proportionate change in advertisement expenditure. അപ്പോൾ എന്താ നമ്മൾ പറയാം? ഇലാസ്റ്റിറ്റി ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിറ്റി EA, advertisement elasticity is equal to proportionate change in quantity demanded divided by proportionate change in advertisement expenditure. Then advertising elasticity may be defined as the responsiveness of quantity demanded due to change in advertisement expenditure. Responsiveness, the rate of change in quantity demanded. എത്രമാത്രം വേരിയേഷൻ ഡിമാൻഡ്, ഇപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ എടുക്കുന്ന ഒരു ടോപ്പിക്കായിട്ട് മാറിയിരിക്കുകയാണ്. എന്തെന്ന് പറയുന്നത് ഇഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. എത്രമാത്രം ഇഫക്റ്റീവായി എന്ന് നോക്കുന്നത്. എത്രമാത്രം ഇഫക്റ്റീവായി എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം? അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരുന്നാൽ തീർച്ചയായിട്ടും അവിടെ എന്ത് ഇൻക്രീസ് ചെയ്യണം? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം, സെയിൽസ് ഇൻക്രീസ് ചെയ്യണം, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം. ആ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവാണോ, അഡ്വർടൈസ്മെൻറ്റ് ഒരു ഇഫക്റ്റീവ് ടൂളാണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ് ആണോ എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അപ്പോൾ ദെൻ അവിടെ ദ റെസ്പോൺസിവ്നെസ് ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെൻറ്റ് ഓർ അതർ പ്രൊമോഷണൽ എക്സ്പെൻസസ്. Then elasticity of advertisement EA is equal to proportionate change in sales divided by proportionate change in advertisement. That is proportionate change in quantity demanded divided by proportionate change in sales. Proportionate change in sales എന്ന് പറയുമ്പോൾ change in quantity demanded divided by original quantity demanded. Proportionate change in advertising is equal to change in advertising divided by original advertising expenditure. Generally, up to a certain point, an increase in advertisement can bring about more than proportionate increase in sales, and beyond a particular point it may not claim and even maybe become negative. Thus the impact of advertising and sales promotion can be studied with the help of concept of advertising elasticity. ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് അനുസരിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തു, ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ അത് ഇൻക്രീസ് ചെയ്യാം, ചില സിറ്റുവേഷനിൽ അത് ഡിക്രീസ് ചെയ്യാം.
ഇവിടെ പറയുന്നത് the demand for some product is highly sensitive in advertising. In such a product we can high advertisement expenditure. For instance, that means lot of advertisement for personal care product like toilet soap, shampoos, etc. Here brands are very important and therefore huge expenditure incurred on brand building and promotion. On the other hand, there are products which do not respond to advertisement expenditure. For example, medicines prescribed by doctors. Such products are not advertised since this advertisement is very low or even zero. In the case of such product, the focus of management would to promote product through doctors and hospitals. The marketing strategy would be designed accordingly. അതായത് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റീവ് ടൂൾ തന്നെയാണ് അല്ലേ. അതായത് നല്ല അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുന്നു എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. ഞാൻ രണ്ട് എക്സ്പെക്റ്റുകളാണ്. ചില സിറ്റുവേഷനിൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടാം. ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കൂടിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ തന്നെ അതിനെ കാറ്റഗറൈസ് ചെയ്യണം. എന്നിട്ട് മാത്രമല്ല, ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വുഡ് ബി ഡിസൈൻഡ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദി പ്രോഡക്റ്റ്. ആ പ്രൊഡക്റ്റിൻ്റെ നേച്ചർ നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജി ഫിക്സ് ചെയ്യേണ്ടത്. രണ്ട് എക്സാമ്പിളാണ് അതിൽ പറയുന്നത്. ഒന്ന് ഷാംപൂ, ടോയ്ലറ്റ് സോപ്പ്, ഇഷ്ടംപോലെ സോപ്പുകളുടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ്, അതായത് പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളാണ്. അത്തരം പ്രൊഡക്റ്റുകൾക്കൊക്കെ ധാരാളം അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഏതൊക്കെ സോപ്പുകളുടെ ഏതൊക്കെ നിങ്ങൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ പറയും അല്ലേ. ആ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്തരം പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് കൂടുന്നുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളുടെ ഒക്കെ ആ രീതിയിലാണ് അഡ്വർടൈസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്നാൽ ഇൻ ദ കേസ് ഓഫ് മെഡിസിൻ്റെ കേസിലൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മെഡിസിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവില്ല. അവിടെ അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജി എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്? ഡോക്ടേഴ്സിലൂടെയും ഹോസ്പിറ്റൽസിലൂടെയാണ് അത്തരം പ്രൊഡക്റ്റുകളൊക്കെ അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ നേച്ചർ നോക്കിക്കൊണ്ടാണ് അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജി ഫിക്സ് ചെയ്യേണ്ടത്. ചില സിറ്റുവേഷൻസിൽ അതൊരു പോസിറ്റീവ് ആയിരിക്കാം, ചില സിറ്റുവേഷൻസിൽ അതൊരു നെഗറ്റീവ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനൊരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള ദറ്റ് ഈസ് വൺ ഓഫ് ദി ടെക്നിക് ഈസ് കോൾഡ് ആസ് അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജി. ദെൻ what is meant by advertisement elasticity? Advertisement elasticity means, what is the one of the advertisement elasticity? The rate of change in quantity demanded due to change in advertisement expenditure. അല്ലേ, proportionate change in, then another formula, elasticity of A, advertisement elasticity is equal to proportionate change in quantity demanded divided by proportionate change in advertisement expenditure. Proportionate change in quantity demanded, that means എന്താ proportionate change in quantity demanded? That means change in quantity demanded divided by original quantity demanded, all divided by change in advertisement expenditure divided by original advertisement expenditure. That is called as advertisement elasticity. The next topic, advertisement elasticity. What are the importance or uses of advertisement elasticity? Uses, നമ്മൾ പറഞ്ഞു ഈ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഫോർ പ്രിഡിക്റ്റിംഗ് ദ ഡിമാൻഡ്, ഫോർകാസ്റ്റിംഗ് ദ ഡിമാൻഡ്, സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അവിടെ what are the applications or uses of elasticity of demand? Application, managerial application or use of advertisement elasticity of demand. Then first one is in pricing. Then demand for medicine like antibiotics prescribed by the doctors do not have any advertisement elasticity, therefore they are not advertised. അതായത് പറഞ്ഞു, first one is one of the importance is called as pricing, for fixation of pricing. പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കണം? അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ് ആണോ എന്ന് നോക്കും. ദെൻ അവിടെ മെഡിസിൻ എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അവിടെ എന്തുണ്ടാവില്ല? ഡിമാൻഡ് ഉണ്ടാവില്ല. ദേ ആർ കോൾഡ് ഓവർ ദി കൗണ്ടർ പ്രോഡക്ട്സ് സിൻസ് ദേ ആർ സോൾഡ് ഓവർ ദി കൗണ്ടർ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ. പ്രൊഡക്റ്റ് ലൈക്ക് സ്റ്റെപ്സിൽസ്, വിക്സ്, eye ducts are examples. These products are advertised since their advertisement elasticity is high. Then next point is in demand forecasting and production planning. എല്ലാത്തിലും എഴുതാവുന്നതാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ പ്ലാനിങ്. If the advertisement elasticity of a product is it makes sense to increase the advertisement expenditure of the product.
The firm can forecast the demand for the product and take appropriate decision regarding production planning. അതിനോട് എന്താ പറയുക? If the advertisement elasticity of product is said to, it makes sense to increase the advertisement expenditure of the product. The firm can forecast the demand of the product and take appropriate decision. Then second one is for uses എന്ന് പറയുമ്പോൾ first one is for fixation of pricing. Second one is that is a demand forecasting, sales forecasting, etc. ഇതിനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഉപയോഗിക്കുന്നത്. then ഓക്കെ. ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതുവരെ എടുത്തിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെയാണ് ഒന്നുകൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ what is meant by elasticity of demand? Elasticity, the rate of the responsiveness of quantity demanded due to change in the other factors. അതായത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ ടോപ്പിക്കിൽ what is meant by elasticity of demand. എന്താ elasticity of demand എന്ന് പറഞ്ഞാൽ എന്താ? Elasticity of demand, that means the rate of change in quantity demanded due to change in price of a commodity. The rate of change in quantity demanded due to change in price of a commodity, that is called as price elasticity. Second one is the rate. Then what are the different types of elasticity? That is, first one is price elasticity, second one is income elasticity, third one is cross elasticity, fourth one is advertisement elasticity. First one is price elasticity. Price elasticity, the rate of change in quantity demanded due to change in price of a commodity, that is called as price elasticity. അല്ലേ? പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ അതായത് എത്രമാത്രം വേരിയേഷൻ സംഭവിക്കുന്നുണ്ടോ, പ്രൈസ് മൂലം ഡിമാൻഡിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. തന്നെ എന്താ ഫോർമുല കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. സെക്കൻഡ് വൺ എന്താ? ഇൻകം ഇലാസ്റ്റിറ്റി. ഇൻകം ഇലാസ്റ്റിറ്റിയിൽ എന്താ പറഞ്ഞത്? The rate of change in quantity demanded due to change in income of a consumer. Due to change in income of a consumer. That is income elasticity. Income elasticity ഏതൊക്കെയാണ് income elasticity? Different types of income elasticity ഉണ്ട്. Zero income elasticity, positive income elasticity and negative income elasticity. Then positive income elasticity എന്താ നമ്മൾ പറയുക? എന്താ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി? Positive income elasticity, negative income elasticity, zero income elasticity. If there is a change in എന്താ ഫോർമുല എന്താ? ഇൻകം ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇലാസ്റ്റിറ്റി ഓഫ് yield is equal to EY. Elasticity of yield is equal to proportionate change in quantity demanded divided by proportionate change in income of a consumer. ഇതിലൊക്കെ ഈ പ്രൊപ്പോർഷനേറ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻകം. ഇങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കുക അല്ലേ? അപ്പോൾ സീറോ ഇൻകം ഇലാസ്റ്റിറ്റിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ആസ് സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ ദാറ്റ് മേ ബി പോസിറ്റീവ് റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് ഇൻകം ഇൻക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓൾസോ ഇൻക്രീസസ്. ഇൻകം ഡിക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓൾസോ ഡിക്രീസസ്. That relationship is also called as positive relationship. Then that is also called as positive income elasticity. In the case of normal goods, positive income elasticity is applicable. Then third case le negative income elasticity. Negative income elasticity le if there is a change in income of a consumer, same time there will be change in quantity demanded. The relationship of income and quantity demanded is a negative relationship.
ഈ നെഗറ്റീവ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത്? ഇൻകം ഇൻക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്രീസസ്. സോ നെഗറ്റീവ്. എപ്പോഴാണ് ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുന്നത്? സോ ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്, ലോ ക്വാളിറ്റി ഗുഡ്സ്, അതാണ് അന്ന് നമ്മൾ പഠിച്ചിരുന്നത്. ദെൻ അത്തരം കേസുകളിലെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഏത്? ഇൻകം, നെഗറ്റീവ് ഇൻകം ഇലാസിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻകം ഇലാസിറ്റിയിലും നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അതിൻ്റെ അപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. ആ അപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് എല്ലായിടത്തും എഴുതാനായിട്ട് സാധിക്കും. ഫോർ ഫിക്സേഷൻ ഓഫ് പ്രൈസ് അല്ലേ, എല്ലാത്തിനും നമുക്ക് ആ പോയിന്റ് എഴുതാനായിട്ട് സാധിക്കും. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് ക്രോസ് ഇലാസിറ്റി? വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റി? ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് പ്രൈസ് ഇലാസിറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴും നമുക്ക് ഈ പോയിന്റ്സ് തന്നെ എഴുതാം. ഏതാ പോയിന്റ്? ഫസ്റ്റ് വൺ ഈസ് ഫോർ ദി ഫിക്സേഷൻ ഓഫ് പ്രൈസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഇലാസ്റ്റിക് ഇൻ നേച്ചറാണോ ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചറാണോ, ഡിമാൻഡ് കൂടാനോ കുറയാനോ കാരണമാവുന്നുണ്ടോ എന്നുള്ളത് കൺസിഡർ ചെയ്തിരിക്കണം. ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണെങ്കിൽ നമുക്കറിയാം ലോ പ്രൈസ് എന്താ പറയുക, ലോ പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡ്. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ലോ പ്രൈസ് ഫിക്സ് ചെയ്യായിരിക്കും. ഇങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻകം ഇലാസിറ്റി ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഫോർ ഫിക്സേഷൻ ഓഫ് പ്രൈസിങ്, ഇലാസിറ്റി ഓഫ് ഇൻകം, ഇലാസിറ്റി ഓഫ് ക്രോസ് ഇലാസിറ്റി, ദെൻ അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റി എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഫോർ ഫിക്സേഷൻ ഓഫ് പ്രൈസിങ്. ആൻഡ് ഓൾസോ മേക്കിംഗ് ലോങ് ടേം ഡിസിഷൻ, ഫ്യൂച്ചറിൽ ഡിമാൻഡ് കുറയുമോ കൂടുമോ ഇതൊക്കെ നോക്കാനായിട്ട് നമ്മൾ ഇൻകം ഇലാസ്റ്റിസിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻ ദ കേസ് ഓഫ് ഇൻ സെയിൽസ് ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ, ദറ്റ് ഈസ് എ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഓർ സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ഇതിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇലാസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇൻ സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ്. അതായത് ഡിമാൻഡ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ഫങ്ഷനാണ്, ഇത് മദർ ഓഫ് പ്രൊഡക്ഷൻ, വൺ ഓഫ് ദി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് ഇൻക്രീസ് ചെയ്യാനുണ്ടായിരിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ്, ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻ ഫോർമുലേറ്റിംഗ് ബിസിനസ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഒരു 4-5 പോയിൻ്റെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഫിക്സേഷൻ ഓഫ് പ്രൈസ്, ലോങ് ടേം ഡിസിഷൻ, ഫിക്സേഷൻ ഓഫ് പ്രൈസ്, ലോങ് ടേം ഡിസിഷൻ, സെയിൽസ് ഫോർകാസ്റ്റിംഗ്, production planning, and also formulating business strategies. അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാനുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ഇലാസിറ്റി ആൻഡ് ഇൻകം സെൻസിറ്റിവിറ്റി? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് ഇൻകം സെൻസിറ്റിവിറ്റി? Income elasticity is different from income sensitivity. Income sensitivity is the ratio of proportionate change in expenditure to proportionate change in income within a specific point of time. On the other hand, income elasticity measures proportionate change in quantity demanded in response to change in income. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻഡിച്ചർ ലെവൽ കൂടുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്നതാണ് എന്ത്? ഇൻകം സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇൻകം സെൻസിറ്റിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് സേവിങ്സിലേക്ക് മാറാം. അപ്പോൾ തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, ഇൻകം ഇലാസിറ്റി മീൻസ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ. ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ടെങ്കിൽ ദെൻ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നതിന് ക്വാണ്ടിറ്റി കൂടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. പക്ഷേ ഇൻകം സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ദെൻ ദ റേഷ്യോ ഓഫ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം. ഇൻകം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻഡിച്ചർ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇൻകം കൂടിയാലും എന്ത് കൂടാൻ സാധ്യതയില്ല, എക്സ്പെൻഡിച്ചർ കൂടാനായിട്ട് സാധ്യതയില്ല. അവരെന്ത് ചെയ്യും? ആ ഇൻകം സേവ് ചെയ്ത് ഏതെങ്കിലും ഡെപ്പോസിറ്റുകളിലോ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സുകളിലേക്കൊക്കെ പോകും. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് സെൻസിറ്റീവാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻകം സെൻസിറ്റിവിറ്റി എന്ന് പറയുക. അപ്പോൾ ഇൻകം സെൻസിറ്റിവിറ്റി എന്താ വേണമെങ്കിൽ എഴുതി വെച്ചോളാം. ഇൻകം സെൻസിറ്റിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ
to proportionate change in income. Proportionate change in expenditure due to proportionate change in income for a specific period of time. On the other hand, income elasticity means proportionate change in quantity demanded due to change in income. That is called as income elasticity. These are the difference between income elasticity and income sensitivity. ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ ടുഡേസ് ടോപ്പിക് വാട്ട് ഈസ് മെന്റ് ബൈ ക്രോസ് ഇലാസിറ്റി. എന്താ ക്രോസ് ഇലാസിറ്റി പഠിച്ചേ? ക്രോസ് ഇലാസിറ്റി എന്ന് പറയുമ്പോൾ then the rate of change in quantity demanded due to change in price of another commodity. വേറൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാകാവുന്ന ചേഞ്ചസ് മൂലം ഒറിജിനൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. ക്രോസ് ഇലാസ്റ്റിസിറ്റി രണ്ട് കേസിൽ നമുക്കത് അപ്ലിക്കബിൾ ആണ്. ഒന്ന് ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ കേസിലും ഒന്ന് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിലും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് പോസിറ്റീവ്. കണ്ടോ, ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് കോഎഫിഷ്യൻ്റ് ഓഫ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് പോസിറ്റീവ്. ദെൻ അവിടെ എങ്ങനെയാണ് പോസിറ്റീവ് ആവണേ? ദെൻ അവിടെ പ്രൈസ് ഓഫ് അനദർ കമ്മോഡിറ്റി ഈസ് ഓൾസോ ഇൻക്രീസസ്, the demand of original commodity is also increases. The relationship of price of another commodity and demand of original commodity is positive relationship. Tea and coffee, that is called as positive relationship, that is cross elasticity. ഇനി പറയുന്നത് എന്താ? In the case of then coefficient of elasticity of demand is negative in the case of complementary goods. Then in a complementary goods in the case price increases in the commodity of A, the demand of B is also decreases. Price increases of A, demand of A also decreases, same time B യുടെ ഡിമാൻഡും. that is in the case of complementary or joint product. joint പ്രോഡക്റ്റുകളുടെയൊക്കെ ഡിമാൻഡ് അത്തരത്തിൽ ഡിക്രീസ് ചെയ്യാനായിട്ട് കാരണമാവുന്നുണ്ട്. ഇതാണ് ഇതിൽ പറയുന്നത്. then cross elasticity. then last point, that is advertisement elasticity. advertisement elasticity then the rate of change in quantity demanded due to change in advertisement expenditure. കണ്ടോ? then എന്താ ഫോർമുല? ഇലാസിറ്റി ഓഫ് EA advertisement elasticity is equal to എന്താ ഫോർമുല പറഞ്ഞ? proportionate change in quantity demanded divided by proportionate change in advertisement expenditure. Uses the application of advertisement expenditure, that is pricing, then demand forecasting, etc. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ 2 ക്ലാസ് കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കാം. എന്തൊക്കെയാണ്? ദെൻ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്, ഫസ്റ്റ് പോയിന്റ് ഈസ് പ്രൈസ് ഇലാസിറ്റി, ഇൻകം ഇലാസിറ്റി, ക്രോസ് ഇലാസിറ്റി ആൻഡ് ഓൾസോ അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റി. നന്നായിട്ട് വായിച്ച് നോക്കുക. വളരെ സിമ്പിളാണ്. വായിച്ച് നോക്കിയിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ മാർക്ക് മുഴുവനായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.